ബിനോയ് വിശ്വത്തിന് CPI ആലപ്പുഴ ജില്ലാ കൗൺസിലിൽ രൂക്ഷ വിമർശനം. ബിനോയ് വിശ്വം ദുർബലനായ സെക്രട്ടറിയാണെന്നും വേണ്ട കാര്യങ്ങൾ സമയത്ത് കൃത്യമായി പറയുന്നില്ല എന്ന വിമർശനമുയർന്നു. LDF സർക്കാരിനെയും അംഗങ്ങൾ രൂക്ഷമായി വിമർശിച്ചു. രണ്ടാം പിണറായി സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം ഉണ്ടായിരുന്നില്ലെന്നും പലപ്പോഴും പ്രകടമായത് ഏകാധിപത്യ പ്രവണതയാണെന്നും അംഗങ്ങൾ ആഞ്ഞടിച്ചു. മനീഷ് ഐഷ മാത്തിയുണ്ട്. മനീഷെ, രൂക്ഷ വിമർശനമാണ് നേതൃത്വത്തിനെതിരെ ഉയരുന്നത്. അരുണെ, തീർച്ചയായും ആലപ്പുഴയിൽ ഒട്ടാകെ പാർട്ടിക്ക് വലിയ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ചേർത്തലയിൽ P പ്രസാദ് വിജയിച്ചതൊഴിച്ചാൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ രൂക്ഷമായ വിമർശനം സംസ്ഥാനത്തൊട്ടാകെ CPIക്ക് നേരിട്ട തിരിച്ചടിയിൽ രൂക്ഷമായ വിമർശനം വരുന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഇതിനു മുമ്പുണ്ടായിരുന്ന സെക്രട്ടറിമാരെ അപേക്ഷിച്ച് ബിനോയ് വിശ്വം വളരെ ദുർബലനാണെന്നുള്ളതാണ്. വ്യക്തമായ കാര്യങ്ങൾ മുന്നണിയിലടക്കം പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാന വിമർശനം. മാത്രമല്ല, ആശാ സമരത്തിലടക്കം നിലപാട് പറഞ്ഞതിൽ വലിയ വീഴ്ചയുണ്ടായി. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമാണ് അത്തരത്തിലൊരു നിലപാട് പറയുന്നത്. അത് പാർട്ടിയെ പൊതുസമൂഹത്തിൽ അപഹാസ്യമാക്കുന്നതിന് തുല്യമായിരുന്നു. മാത്രമല്ല, പല കാര്യങ്ങളിലും കൃത്യമായ നിലപാടെടുക്കാൻ ബിനോയ് വിശ്വത്തിന് കഴിയുന്നില്ല. മാത്രമല്ല, ഈ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന് പലപ്പോഴും ഏകാധിപത്യ പ്രവണതയാണ് പലപ്പോഴും ഭരണത്തിൽ പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല, അടിസ്ഥാനവർഗമായിട്ടുള്ള പല തൊഴിൽ മേഖലകളെയും അവഗണിച്ചു. പ്രത്യേകിച്ച് കശുവണ്ടി, അതുപോലെ തന്നെ കയർ അടക്കമുള്ള പല മേഖലകളെയും അവഗണിച്ചു. അതിനോടൊപ്പം തന്നെ പെൻഷൻ അടക്കം മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇതൊക്കെ വലിയ ഇതിലുള്ള തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ പാർട്ടിയിൽ യുവാക്കൾ കുറയുന്നതിന്റെ ആശങ്കയും ചർച്ചയുണ്ടായി. പ്രത്യേകിച്ച് AIFന്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുണ്ടായിരുന്ന ജിസ്മോൻ മത്സരിച്ച് ഹരിപ്പാട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യുവജനങ്ങളെ ഇറക്കുന്നതിൽ വലിയ പരാജയമുണ്ടായി. യുവാക്കൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോവുകയാണ് ഉണ്ടാകുന്നത്. BJPയിലും കോൺഗ്രസിലും ഒക്കെ യുവാക്കളുടെ വലിയ നിരയുണ്ടാകുമ്പോൾ പാർട്ടിയിൽ യുവാക്കളുടെ എണ്ണം കുറയുന്നത് ആശങ്കാജനകമാണ്. അത് എന്തുകൊണ്ടെന്നുള്ള കണ്ടെത്തി അതിന് കൃത്യമായ പരിഹാരം കാണണമെന്നും ജില്ലാ കൗൺസിൽ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ചേർത്തലയിൽ വലിയ വിജയത്തിലേക്ക് വഴിവെച്ചത് അത് പാർട്ടിയുടെ മാത്രം നേട്ടമല്ല, മറിച്ച് സ്ഥാനാർത്ഥി എന്ന നിലയിൽ വ്യക്തിപരമായി P പ്രസാദിനുണ്ടായിരുന്ന സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് അത്തരൊരു വലിയ വിജയം ഉണ്ടായതെന്നും പാർട്ടി കൗൺസിൽ വിലയിരുത്തി. അരുണ്യ. ശരി, മനീഷ് ഐഷ മാത്തിയാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.